ഹലോ എവറി വൺ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ സാനിറ്ററി കെമിസ്ട്രിന്റെ സിലബസിലെ കെമിസ്ട്രി ഓഫ് വാട്ടർ എന്ന സെക്കൻഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കായ വാട്ടർ ക്വാളിറ്റിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. വാട്ട് ഈസ് വാട്ടർ ക്വാളിറ്റി? ഇസ് ദ കണ്ടീഷൻ ഓഫ് വാട്ടർ ഇൻക്ലൂഡിംഗ് chemical, physical, and biological characteristics, usually with respect to its suitability for a particular purpose such as drinking or swimming. നമ്മളൊരു വാട്ടർ ബോഡി കണ്ടാൽ അതിലെ നമ്മളൊക്കെ ഇറങ്ങി നീന്തണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിലെ വെള്ളം നമുക്ക് കോരി കുടിക്കണം എന്നുണ്ടെങ്കിൽ അത് പ്യൂർ വാട്ടർ ആയിരിക്കണം. സോ നമ്മളൊരു വാട്ടറിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ എന്തൊക്കെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുക? ഫസ്റ്റ് വൺ, pH. എന്താ pH എന്ന് പറയുന്നത്? അല്ലെങ്കിൽ pHലൂടെ നമ്മൾ എന്താണ് മെഷർ ചെയ്യുന്നത്? ഇറ്റ് മെഷർ ദ അസിഡിറ്റി ഓർ ആൽക്കലിറ്റി ഓഫ് വാട്ടർ. നോർമൽ വാട്ടറിന്റെ pH എന്ന് പറയുന്നത് 7 ആണ്. പക്ഷെ അത്രയും പ്യുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു വാട്ടർ നമുക്ക് ചിലപ്പോൾ അവൈലബിൾ ആയിക്കൊള്ളുന്നില്ല. സോ നോർമൽ കേസിൽ നമ്മൾ പ്യുവർ വാട്ടറിന്റെ pH എന്ന് പറയുന്നത് 6.5 to 8.5 ആണ് നമ്മൾ കൺസിഡർ ചെയ്യാറ്. ദെൻ ടെമ്പറേച്ചർ. നെക്സ്റ്റ് physical parameter ആണ് temperature. It indicates degree of heat or coldness of the water. And third one, turbidity. It measures the cloudiness or haziness of water caused by suspended solids. ഓക്കെ, അപ്പൊ ടർബിഡിറ്റി ഒക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ മുന്നേയുള്ള ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താണ്. ഈ ഒട്ടുമിക്ക ഇതിലുള്ള ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പാരാമീറ്റേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പൊ തൊട്ട് മുന്നേയുള്ള ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി കാണുക. സോ നമ്മൾ ടർബിഡിറ്റി ചെക്ക് ചെയ്യും. ടർബിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കലങ്ങിയ അവസ്ഥ, അതായത് എന്തെങ്കിലും ക്ലൗഡിനെസ് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ വാട്ടറിൽ, അതിനെയാണ് ടർബിഡിറ്റി എന്ന് പറയുന്നത്. അതൊരു പക്ഷേ ക്ലേ കൊണ്ടായിരിക്കാം, എന്തെങ്കിലും ചളിയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് മെറ്റീരിയൽസ് ഡിസോൾവ് ആയതുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രസൻസ് ആയിരിക്കാം. സോ ടർബിഡിറ്റി ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. So turbidity, it measures the cloudiness or haziness of water caused by suspended solids. Then fourth one, dissolved oxygen. It measures the amount of oxygen dissolved in water, which is crucial for aquatic life. Okay, അപ്പം എത്രത്തോളം എമൗണ്ട് ഓക്സിജൻ വാട്ടറിൽ പ്രസന്റ് ആയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. സോ which is crucial for aquatic life. Then fifth one, conductivity. It reflects the water's ability to conduct electrical current influenced by dissolved ions. Then sixth one, total dissolved solids, TDS. It measures the total dissolved solids in water. അപ്പോൾ വേറെ എന്തെങ്കിലും ഓർഗാനിക് അല്ലെങ്കിൽ ഇനോർഗാനിക് മെറ്റീരിയൽസോ അല്ലെങ്കിൽ സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസോ ഒക്കെ വാട്ടറിൽ ഡിസോൾവ്ഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുകയാണ് ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സിൽ. Then total suspended solids. It measures the total amount of suspended solids in water. Then eighth one, nutrient levels. It includes nitrates, phosphates, and ammonia, which can impact water quality and aquatic ecosystem. വളരെ മൈന്യൂട്ട് ലെവലിൽ നൈട്രേറ്റ്സ്, ഫോസ്ഫേറ്റ്, അമോണിയ ഇതിന്റെ ഒക്കെ എമൗണ്ട് ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന്റെ ലെവൽ കൂടുന്നതിനനുസരിച്ച്, ന്യൂട്രിയൻസിന്റെ ലെവൽ കൂടുന്നതിനനുസരിച്ച് വാട്ടറിന്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. Which impact the ecosystem. Then last one, metals and metalloids such as lead, arsenic, mercury, which can be harmful in high concentration. So metal അല്ലെങ്കിൽ മെറ്റലോയിഡ്സിന്റെ കോൺസെൻട്രേഷൻ കൂടി കഴിഞ്ഞാൽ അത് ഭയങ്കര ഹാംഫുൾ ആണ്. എസ്പെഷ്യലി ലെഡ്, ആർസനിക്, മെർക്കുറി തുടങ്ങിയിട്ടുള്ള മെറ്റൽസിന്റെ എമൗണ്ട് വാട്ടറിൽ കൂടി കഴിഞ്ഞാൽ അത് ഹാംഫുൾ ആണ്, ടോക്സിക് ആയിട്ട് മാറും. വളരെ മൈന്യൂട്ട് എമൗണ്ടിൽ പ്രസന്റ് ആയിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന്റെ എമൗണ്ട് കൂടുന്നതിനനുസരിച്ച്, അതായത് ഇതിന്റെ പ്രസൻസ് ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു എമൗണ്ടിൽ ആകുമ്പോഴേക്കും തന്നെ അത് ടോക്സിക് ആയിട്ട് മാറും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പാരാമീറ്റേഴ്സിൽ ചെക്ക് ചെയ്യാറ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോളജിക്കൽ പാരാമീറ്റേഴ്സ് ഓഫ് വാട്ടർ. അതിൽ ഫസ്റ്റ് വൺ BOD, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, ഓൾസോ നോൺ ആസ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. Is the amount of oxygen microorganisms require to break down organic materials. Okay, so BOD, biological oxygen demand,
also known as biochemical oxygen demand, is the amount of oxygen microorganisms required to break down organic materials. Second one is COD, chemical oxygen demand, is the amount of oxygen required to break down the organic material via oxidation. ഓക്കെ, സോ ബിഒഡിന്റെ ലെവലും സിഒഡിന്റെ ലെവലും ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഡിസോൾവ് ഓക്സിജന്റെ ലെവൽ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. ബിഒഡിന്റെ ലെവൽ കൂടിയാലും സിഒഡിന്റെ ലെവൽ കൂടിയാലും ഡിസോൾവ്ഡ് ഓക്സിജന്റെ ലെവൽ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ബിഒഡിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് വാട്ടർ പൊല്യൂട്ടന്റ് ആയി എന്നാണ് മീൻ. അതുപോലെ തന്നെയാണ് സിഒഡിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്താൽ വാട്ടർ പൊല്യൂട്ടഡ് ആണ്. സോ മാക്സിമം ബിഒഡി അല്ലെങ്കിൽ സിഒഡിന്റെ ലെവൽ 0 ആവുന്നതാണ് ഏറ്റവും ബെറ്റർ. Then third biological parameter ആണ് ബാക്ടീരിയ. ബാക്ടീരിയന്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാറുണ്ട്. കാരണം പല ബാക്ടീരിയകളും വാട്ടർ ബോൺ ഡിസീസുകൾ കോസ് ചെയ്യാറുണ്ട്, ലൈക്ക് ടൈഫോയിഡ്, കോളറ എക്സെട്ര. സോ അതുകൊണ്ട് തന്നെ ബാക്ടീരിയന്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാറുണ്ട്. അതുപോലെ ആൽഗിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അത് വാട്ടറിന്റെ ക്വാളിറ്റി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. സോ ആൽഗിന്റെ ലെവൽ കൂടുന്ന സമയത്ത് അൺകൺസ്യൂംഡ് ആൽഗേസ് സിങ്ക് ടു ബോട്ടം ആൻഡ് ഡീകേ. അൺകൺസ്യൂംഡ് ആയിട്ടുള്ള ആൽഗേസ് സിങ്ക് ടു ബോട്ടം ആൻഡ് ഡീകേ. സോ ഇങ്ങനെ ഡീകേ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് വാട്ടറിന്റെ സ്മെല്ല് മാറും, അതുപോലെ തന്നെ ടേസ്റ്റ് മാറാൻ തുടങ്ങും, പുവർ ടേസ്റ്റ് ആവും, അതുപോലെ ഒരു ബാഡ് ഓർഡർ ഒക്കെ ഉണ്ടാവാൻ തുടങ്ങും. സോ അതുകൊണ്ട് തന്നെ വാട്ടറിന്റെ ക്വാളിറ്റി കുറയാണ് ചെയ്യുക. ദെൻ വൈറസിന്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. വൈറസും പലതരം വാട്ടർ ബോൺ ഡിസീസിന് കാരണമാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഹെപ്പറ്റൈറ്റിസ് എ, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി, റോട്ട വൈറസ്, നോറോ വൈറസ്, ഇതൊക്കെ വാട്ടർ ബോൺ ഡിസീസുകൾ കോസ് ചെയ്യുന്ന വൈറസുകളാണ്. സോ വൈറസിന്റെ സൈസ് എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫിൽട്രേഷൻ ഒക്കെ യൂസ് ചെയ്താലും കാര്യമില്ല, ഫിൽറ്ററിന്റെ ഉള്ളിലൂടെ എന്ത് ചെയ്യും, വൈറസിന് പാസ് ചെയ്യാൻ പറ്റും. സോ വൈറസിന്റെ നമ്മള് ഡിസിൻഫെക്ഷൻസ് ആണ് നോർമലി വൈറസുകളെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറ്. ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് കാര്യമില്ല, കാരണം അത്രയും സ്മോൾ സൈസ് ആയതുകൊണ്ട് വൈറസ് എന്ത് ചെയ്യും, ഫിൽറ്റേഴ്സിന്റെ ഉള്ളിലൂടെ പാസ് ചെയ്യും. സോ നമ്മൾ നോർമലി വൈറസുകളെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസിൻഫെക്റ്റൻ പ്രോസസ്സുകളൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് വാട്ടർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് പഠിക്കാം. നമ്മുടെ സിലബസിൽ BIS, WHO, USEPA വാട്ടർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡ് വാല്യൂസ് മാത്രം നമുക്ക് പഠിച്ചു വെക്കാം. BIS എന്ന് പറഞ്ഞാൽ എന്താ? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. BIS ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആൻഡ് USEPA യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി. അപ്പൊ ഇവയുടെ മൂന്നിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാട്ടർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ pH. WHO pHന് പ്രത്യേകിച്ച് വാല്യൂസ് ഒന്നും പ്രപ്പോസ് ചെയ്തിട്ടില്ല. നോ ഹെൽത്ത് ബേസ്ഡ് ഗൈഡ് ലൈൻ വാല്യൂ ഈസ് പ്രപ്പോസ്ഡ്. ദെൻ BIS ഉം USEPA ആണെങ്കിൽ സെയിം വാല്യൂ ആണ്, 6.5 to 8.5. 6.5 to 8.5 ആണ് pH എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ഫ്ലൂറൈഡ്. BIS ആണെങ്കിൽ 1 to 1.5 mg/dl. ദെൻ WHO ഫ്ലൂറൈഡിന് കൊടുത്തിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 1.5 mg/dl ഉം USEPA 2 mg/dl ഉം ആണ് നോർമൽ വാല്യൂ ആയിട്ട് വെച്ചിട്ടുള്ളത്. ദെൻ ക്ലോറൈഡ് 250 mg/dl ആണ് BIS. ദെൻ WHO പറയുന്ന വാല്യൂ 200 to 300 mg/dl ഉം USEPA 250 mg/dl ഉം ആണ് പറയുന്നത്. ദെൻ സിങ്ക് 5 mg/dl ആണ്, WHO പ്രപ്പോസ് ചെയ്തിട്ടില്ല. ദെൻ USEPA 5 mg/dl. സൾഫേറ്റ് 200 mg/dl, BIS 200 mg/dl, USEPA 250 mg/dl. Then BOD value, biological oxygen demand value, BIS nil ആണ്, 0 എന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. Then dissolved oxygen വാല്യൂ BIS 500 to 2000 ആണ് കൊടുത്തിട്ടുള്ളത്, 500 to 2000 mg/dl. Then hardness, BIS കൊടുത്തിട്ടിരിക്കുന്ന hardness എന്ന് പറയുന്നത്
200 ആണ്, 200 mg/L. അപ്പം ഇത്രയും വാല്യൂസ് എങ്കിലും നിർബന്ധമായിട്ടും പഠിക്കാം. കുറെ വാല്യൂസ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് വാട്ടർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗൂഗിളിൽ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഒരുപാട് കോമ്പൗണ്ട്സിൻ്റെത് കിട്ടും. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ചെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഇനി നമുക്ക് വാട്ടർ ക്വാളിറ്റിയുമായി റിലേറ്റ് ചെയ്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും പഠിക്കാം. Increase in the BOD value in the water indicates dash. Option A, decrease in pollution. Option B, increase in pollution. Option C, pollution is independent of BOD. Option D, slight decrease in the BOD. Your right answer എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, increase in pollution. ഓക്കെ, അപ്പോൾ BODന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പൊല്യൂഷൻ കൂടുകയാണെന്നാണ് അർത്ഥം. Increase in the BOD value in the water indicates increase in pollution. Second question, COD can be determined in dash. Option A, 1 hour. Option B, 2 hours. Option C, 3 hours. Option D, 4 hours. Right answer is option C ആണ്. COD can be determined within 3 hours. BOD ആണെങ്കിലോ, BOD can be determined in 5 days. 5 days എടുക്കും BODന്റെ വാല്യൂസ് നമുക്ക് കിട്ടണമെങ്കിൽ. പക്ഷേ COD can be determined in 3 hours. Third question, COD values are always dash BOD. Option A, less than BOD. Option B, higher than. Option C, equal. Option D, nearly equal. Here right answer എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, higher than BOD. So COD values always higher than BOD. Fourth question, dash is the amount of oxygen required to oxidize only organic matter in sewage. Option A, turbidity. Option B, BOD. Option C, COD. And option D, DO. Your right answer is option B, BOD. BOD is the amount of oxygen required to oxidize only organic matter in sewage. Next question, the biochemical oxygen demand is computed by option A, dissolved oxygen by dilution factor. Option B, dissolved oxygen plus dilution factor. Option C, dissolved oxygen minus dilution factor. Option D, dissolved oxygen into dilution factor. Your right answer is option D ആണ്, dissolved oxygen into dilution factor. Okay. The biochemical oxygen demand is computed by dissolved oxygen into dilution factor. Sixth question, what does a Secchi disk measures? Option A, turbidity. Option B, fecal coliform. Option C, dissolved oxygen. And option D, pH. Your right answer is option A, turbidity. The Secchi disk measures turbidity. Seventh question, all of the following are considered toxic metal pollutants except option A, chromium. Option B, cadmium. Option C, potassium. Option D, lead. And option E, mercury. Your right answer is option C, potassium. ബാക്കിയെല്ലാം തന്നെ ടോക്സിക് ആയിട്ടുള്ള മെറ്റൽസ് ആണ്. പൊട്ടാസ്യം മാത്രമേ ഇതിൽ നോൺ ടോക്സിക് ആയിട്ടുള്ളതുള്ളൂ. ക്രോമിയം, കാഡ്മിയം, ലെഡ്, മെർക്കുറി എല്ലാം തന്നെ ടോക്സിക് മെറ്റൽ പൊല്യൂട്ടൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, most common cause of acidity in water is option A, carbon dioxide. Option B, nitrogen. Option C, sodium hydroxide. And option D, calcium. Your right answer is option A, carbon dioxide. Most common cause of acidity in water is option A, carbon dioxide. Next question, high value of BOD of highly polluted water. Option A, greater than 16 ppm. Option B, less than 5 ppm. Option C,
equal to 5 ppm and option D equal to 16 ppm. Right answer എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, greater than 16 ppm. High value of BOD of highly polluted water is greater than 16 ppm. That is, BODന്റെ വാല്യൂ കുറയുന്നതിനനുസരിച്ച് പ്യൂർ വാട്ടർ ആണെന്നാണ് അർത്ഥം. BODന്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ അത് ഹൈലി പൊല്യൂട്ടഡ് ആണ്. Next question. Tintometer is used to determine which of the following water quality parameters? Option A, turbidity. Option B, specific conductivity. Option C, color. And option D, taste. Your right answer is option C, color. Tintometer is used to determine water color. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്റെ ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ദെൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.